ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പൊട്ടറ്റോ കട്ട്ലേറ്റ് ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ബ്രെഡ് കട്ട് ചെയ്ത് വയ്ക്കാം. കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് നമുക്ക് മിക്സിയുടെ മിനി ജാറിലേക്ക് ഇട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. പൊടിച്ച ബ്രെഡ് ക്രംസ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. 2 ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കി മാറ്റാം. കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും 2 മുട്ടയും കൂടി നമുക്കൊന്ന് ബോയിൽ ചെയ്ത് വെക്കാം. ഇത് ഞങ്ങളുടെ പുതിയ എഗ്ഗ് ബോയിൽ ചെയ്യണ വിഷയമാണ്. പക്ഷെ ഞാൻ അതിനകത്ത് കപ്പ പുഴുങ്ങും, ഉരുളക്കിഴങ്ങ് പുഴുങ്ങും, എല്ലാം പുഴുങ്ങും, ഏത്തപ്പഴം എല്ലാം പുഴുങ്ങും. ഇനി നമുക്ക് സവാളയുടെ പകുതി ചെറുതാക്കി കുരുകുരുന്ന് അരിഞ്ഞെടുക്കാം. കൂടെ 2 പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും കൂടി അരിഞ്ഞേർക്കാം. അവിടെ നമ്മുടെ എഗ്ഗും പൊട്ടറ്റോയും ബോയിലായിട്ടുണ്ടാവും. ഇനി ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡ് ക്രംസിൻ്റെ പകുതി ഭാഗം ചേർക്കാം. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, മല്ലിയില, വേപ്പില, പച്ചമുളക് ഇതെല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. കൂടെ ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടിയും ഒരു 1.5 തവി മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ബ്ലെൻഡർ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡർ ഇല്ലെങ്കിൽ സാരില്ല, സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. അതിനുശേഷം വെന്ത മുട്ടയുടെ തോട് പൊളിച്ചെടുക്കാം. തോട് പൊളിച്ച 2 മുട്ട നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബോയിൽ ചെയ്ത ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി പൊളിച്ച് ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് നല്ലോണം സ്മാഷ് ചെയ്തെടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് ക്രംസിലോട്ട് സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ നമുക്ക് ആഡ് ചെയ്യാം. ഇനി അത് നല്ലോണം കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ച് വെച്ച നമ്മുടെ ബ്രെഡ് ക്രംസിൻ്റെയും പൊട്ടറ്റോ സ്മാഷിൻ്റെയും മിക്സ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് ആകൃതിയിലും ആക്കിയെടുക്കാം. ഞാനിവിടെ ആക്കുന്നത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, കൊള്ളാമോ? അപ്പോൾ നമുക്ക് ഇതിനെ നമ്മുടെ മൈദ കോൺഫ്ലവർ ബാറ്ററിലേക്ക് ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ പേര് എഗ് പൊട്ടറ്റോ കട്ട്ലേറ്റ് എന്നിടാം. അതിനുശേഷം ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് സൺറിച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടാവുമ്പോൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു വശം മുരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. നല്ലവണ്ണം മുരിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഫ്രണ്ട്സ്, ഇതൊരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ് ഫ്രണ്ട്സ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.